കോവിഡൊന്നുമല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ ക്ലാസ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സിനെ കുറിച്ചാണ്. അതാണല്ലോ നമ്മൾ അതിൻ്റെ അകത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോളിസി അപ്രോച്ച് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ ഈ മോഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ്. മനസ്സിലായില്ല, അതുവരെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ടോപ്പിക്ക് ഇറ്റ് ഇസ് ടു ജനറൽ. യു ക്യാൻ റീഡ് ആൻഡ് സിംപ്ലി പുട്ട് ആൻ ആൻസർ. അത്ര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പോളിസി അപ്രോച്ചസ് ഒക്കെ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. സിലബസിൽ അങ്ങനെ പറഞ്ഞത്. സിലബസ് നമുക്ക് എക്സാമിനും പോളിസി അപ്രോച്ചസാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യത. നമുക്ക് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പല എലമെൻറ്റ്സ് എന്ത്, പിന്നെ ഏറ്റവും അവസാനം പോളിസി അപ്രോച്ച് എന്താണെന്ന് നമ്മൾ കാണും. ഓക്കെ, സോ ലെറ്റ് us start. What is sustainable development? Or we are going to have an introduction. Sustainable development is the way to keep our progress and good living conditions at the same time protecting our environment and keeping the resource for the future. ഒരു ലെങ്തി സെൻറ്റൻസ് ആണ്, പക്ഷേ അതിൻ്റെ എല്ലാം ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ദാറ്റ് ലാസ്റ്റ് എന്നാണ് അതിനർത്ഥം. എന്താണ് ഡെവലപ്മെൻറ്റ് ദാറ്റ് ലാസ്റ്റ്? ഓക്കെ, ദാറ്റ് ലാസ്റ്റ് എന്നത്തേക്കും നീണ്ടു നിൽക്കുന്ന ദീർഘകാലങ്ങളിൽ നിൽക്കുന്ന ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന വാക്കിനർത്ഥം. അപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെ മാത്രം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല, നമുക്കൊരു ഡെഫിനിഷൻ വേണം. ആ ഡെഫിനിഷനാണ് നമ്മളിനി കാണുന്നത്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദ വേ ടു കീപ്പ് അവർ പ്രോഗ്രസ് ആൻഡ് ഗുഡ് ലിവിങ് കണ്ടീഷൻസ് അറ്റ് ദി സെയിം ടൈം പ്രൊട്ടക്റ്റിംഗ് അവർ എൻവയറമെൻറ്റ് ആൻഡ് കീപ്പിംഗ് ദി റിസോഴ്സസ് ഫോർ ദി ഫ്യൂച്ചർ. നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഒന്ന്. ഓക്കെ, പ്രോഗ്രസ് ഉണ്ടായിരിക്കണം, രണ്ട്, നമുക്ക് നമ്മുടെ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മൂന്ന്, റിസോഴ്സസൊക്കെ നമ്മുടെ ഭാവിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സൂക്ഷിച്ചും വെക്കണം, അവർക്കും കൂടെ പ്രിസർവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും 3 എലമെൻറ്റ്, ഒന്ന് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടായിരിക്കണം, ശരിയല്ലേ? 2, എൻവയറമെൻറ്റിന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ എലമെൻറ്റായി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തെ എലമെൻറ്റ് റിസോഴ്സസൊക്കെ ഫ്യൂച്ചറിനും കൂടെ നമ്മൾ കൊടുക്കണം, നമ്മൾ തന്നെ കഴിച്ച് തീർക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 എലമെൻറ്റ് നമുക്ക് എന്തിനുണ്ട്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റിലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ഡെഫിനിഷൻ വന്നാലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ഓക്കെ ആവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജനറിക്കായിട്ട് വളരെ ജനറലായിട്ട് അങ്ങ് പറഞ്ഞേക്കുക. എന്താണ് സസ്റ്റൈനബിൾ? സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വേ ടു കീപ്പ് അവർ പ്രോഗ്രസ് ആൻഡ് ഗുഡ് ലിവിങ് കണ്ടീഷൻസ് അറ്റ് ദി സെയിം ടൈം പ്രൊട്ടക്റ്റിംഗ് അവർ എൻവയറമെൻറ്റ്. നമ്മുടെ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റിസോഴ്സസിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിക്ക് 2 മോശം ഫലങ്ങളാണ്. ഒന്ന്, നമ്മൾ എല്ലാം പെട്ടെന്ന് ആക്രാന്തത്തോടെ ഉപയോഗിച്ച് തീർന്നു പോകും, റിസോഴ്സൊക്കെ ഭാവിയിൽ ആർക്കും കാണാൻ പോലും പറ്റില്ല. 2, നമ്മൾ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഒത്തിരി പൊല്യൂഷൻ വരുത്തും, അങ്ങനെ എൻവയറമെൻറ്റ് ഡീഗ്രേഡ് ആയി പോകും. രണ്ടാമത്തെ പ്രശ്നം. ഇത് രണ്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ്, ഇത് രണ്ടും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ നമുക്ക് റിസോഴ്സ് കീപ്പ് ചെയ്യാൻ പറ്റണം, നമുക്ക് എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം, അതുപോലെ നമുക്ക് നമ്മുടെ ഗ്രോത്ത് കൈവരിക്കാനും പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വിളിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഇൻട്രഡക്ഷൻ പാർട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എന്നിട്ട് ഒരു ചിത്രം കണ്ടോ, അപ്പോൾ ഇങ്ങനെ നെറ്റിൽ നിന്ന് എടുത്ത ചിത്രം കേട്ടോ. അല്ല, നമുക്കറിയാലോ, നമുക്കൊരു ചിത്രം വളരെ എല്ലാ കാര്യങ്ങളും പറയും. ഇതുണ്ട്, ഈ ചിത്രത്തിൻ്റെ അതിങ്ങനെ ഭൂമിയുടെ സർഫേസ് കേട്ടോ, പൊല്യൂഷൻ ഇല്ലാത്തപ്പെട്ട എനർജി, അപ്പോൾ എല്ലായിടത്തുമൊക്കെ വൃക്ഷങ്ങൾ, എല്ലാം ജീവികൾ, മീൻ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പൂക്കൾ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഉണ്ടോ. അപ്പോൾ ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്. ഇനി അതുപോലെ തൊട്ടടുത്ത ചിത്രം അതുപോലെ കൊടുത്തേക്കുക, അതുകൊണ്ടോ അത്ര നല്ല രസമായ ചിത്രം. ഇങ്ങനെയുള്ള ഗാർഡൻ 2500 AD പോലും കാണുമല്ലായിരിക്കും അല്ലേ, ആർക്കറിയാം. അപ്പം ഇതുണ്ടോ, ബിൽഡിങ്ങിനിടയ്ക്ക് മരങ്ങളൊക്കെ വച്ചേക്കുന്നത്. അപ്പം ഒരു സസ്റ്റൈനബിൾ ലിവിങ് കണ്ടീഷൻ എന്താണെന്നുള്ളത് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരിക. ഇനി നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ, ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റ് ദാറ്റ് മാറ്റേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീൻസ് എന്നറിയാം. എനിക്ക് തെറ്റിപ്പോയതിനെ പറ്റിയെന്നറിയാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഏത് സർഫേസ് ആണെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് തെറ്റിപ്പോയത്. അതല്ല, ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇത് തന്നെയല്ലേ, നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തോട്ടെ. എന്താണെന്നറിയാം, റെക്കോർഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്തില്ലേ നമുക്ക് എന്നാ സംഭവിക്കുന്നത്, പിന്നെ ഞാൻ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. നോക്കിക്കോട്ടെ, റെക്കോർഡ് ചെയ്യുന്ന സ്ക്രീൻ ഏതാണെന്ന് നോക്കുമായിരുന്നു. സ്ക്രീൻ ഇതാണെന്ന് തോന്നുന്നു. സ്ക്രീൻ ഏതാണെന്ന് കാണാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡേ. എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് വിതൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ
നീഡ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. എന്ത് ഡെവലപ്മെൻറ്റ് നീഡ്സ്? ഓക്കെ, ദി പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. അതുപോലെ നമ്മൾ ഫ്യൂച്ചർ ജനറേഷൻ റിസോഴ്സ് മാറ്റിയും വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്യൂച്ചർ ജനറേഷൻസിന് അവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റണം. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ. ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് to meet their own needs. Okay, so that is about the definition. The term sustainable development has many interpretations. It generally refers to non-declining human well-being, ഒരിക്കലും കുറയുന്നില്ലാത്ത human well-being over time. Sustainable development was defined by the 1987 Brundtland Commission. അപ്പോൾ അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വളരെയധികം വിശകലനം നടത്തുകയും പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരികയും ചെയ്തതാണ്. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നില്ല. സ്പീക്കർ ഓൺ ചെയ്യട്ടെ. ഓക്കെ, ശരിയായി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായിരുന്നു, നോൺ ഡിക്ലൈനിങ് ഹ്യൂമൻ വെൽബീയിങ് ഓവർ ടൈം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ് ഡിഫൈൻഡ് ബൈ ദി 1987 Brundtland Commission ആസ് ദ മീറ്റിംഗ് ഓഫ് ദി നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ്. എന്താണ് മീറ്റിംഗ് ഓഫ് ദി നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഫ്യൂച്ചർ ജനറേഷൻ്റെ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നേടാൻ പറ്റണം. നമുക്ക് നമ്മുടെ പ്രസൻറ്റ് ജനറേഷൻ്റെ നമ്മൾ ഇപ്പോഴത്തെ നീഡ്സും മീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുമ്പം അടുത്ത് വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യാതിരിക്കരുത്. അതിനൊരു കോംപ്രമൈസ് നമുക്ക് പാടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഗിവൺ ബൈ ദി Brundtland Commission. ഓക്കെ, ആൻഡ് നൗ what is sustainable development? There is in that box I have given the definition. Sustainable development has become the byword of the environment policy. The basic notion is that current consumption of natural resources including air and water for waste disposal is reducing the stock or quality of those resources so that future generation will have less. അപ്പം നമ്മളെന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നത്? ഒന്ന്, നമ്മുടെ നിലവിലുള്ള റിസോഴ്സിൻ്റെ സ്റ്റോക്ക് കുറഞ്ഞു വരും. നമ്മൾ കൂടുതലായിട്ടെല്ലാം കഴിക്കുകയും ഉപയോഗിക്കുകയും എല്ലാം ചെയ്യും. അപ്പം ഫ്യൂച്ചർ അതിനുള്ള സ്റ്റോക്ക് കുറയും റിസോഴ്സിൻ്റെ. രണ്ട്, നമ്മളെ എൻവയറമെൻറ്റ് എന്താ പൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ അവിടെ ഒരു നഷ്ടം വരും. ഈ രണ്ട് വിഷയങ്ങളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇംപ്ലിസിറ്റ് ഇൻ ദി കോൾസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് are two fundamental assumptions. The first is that we are running out of the resource depletion. മനസ്സിലായല്ലോ, ഒന്നാമത്തെ പോയിന്റ്. Thus leaving future generation less. The second is that market process are the cause of this depletion. രണ്ടാമത്തെ കാരണം നമ്മൾ ഈ മാർക്കറ്റിനെ അങ്ങ് ഫ്രീ പ്ലേക്കെല്ലാം ഇട്ടേക്കുക. മാർക്കറ്റ് പോയി എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് എക്സ്ട്രാ ഓർഡിനറി ചൂഷണമായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ റിസോഴ്സിനെയൊക്കെ. അതുകൊണ്ടാണ് ഈ റിസോഴ്സ് ഡിപ്ലീഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രോസസ്സാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഗവൺമെൻറ് അതിന് ഭയങ്കര കൺട്രോൾ ഏർപ്പെടുത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടുള്ള റിസോഴ്സ് ഡിപ്ലീഷൻ നമ്മൾ കണ്ടു. എന്താ ഡിപ്ലീഷൻ, ശരിയല്ലേ? അപ്പോൾ റിസോഴ്സ് ഡിപ്ലീഷൻ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ റിസോഴ്സ് ഡിപ്ലീഷൻ. കമ്മിങ് ടു ദി നെക്സ്റ്റ് പോയിൻറ്റ്. ശ്യാമിനെ കൂടെ ഞാൻ അഡ്മിറ്റ് ചെയ്തോട്ടെ. സോ ഡിഫറെൻറ്റ് മീനിങ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ പല മീനിങ് നമ്മൾ പറയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇംപ്ലൈസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് several conditions preserving the overall balance. ഓക്കെ, ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇക്കോസിസ്റ്റത്തിൽ ബാലൻസ് ഉണ്ട്. കഴിക്കുന്നവനും കഴിക്കപ്പെടുന്നവനും തമ്മിലുള്ള ബാലൻസ്, പുല്ലും പശുവും തമ്മിലുള്ള ബാലൻസ്, വെള്ളവും ജീവജാലങ്ങളും തമ്മിലുള്ള ബാലൻസ്, അറ്റ്മോസ്ഫിയറിലെ എയർ ക്വാളിറ്റിയും ജീവിക്കുന്ന ബയോസ്ഫിയറിലെ ലിവിങ് ഓർഗാനിസം തമ്മിലുള്ള ബാലൻസ്, അതുപോലെ തന്നെ സാലിനിറ്റി, വെള്ളത്തിൽ സാലിനിറ്റിയും അല്ലാത്ത pH വാല്യൂ വ്യത്യാസമുള്ള വെള്ളവും തമ്മിലുള്ള ബാലൻസ്, അപ്പോൾ ഒഴുകുന്ന വെള്ളവും കെട്ടിക്കിടക്കുന്ന വെള്ളവും തമ്മിലുള്ള വ്യത്യാസം ഉള്ള ബാലൻസ്, മഞ്ഞില്ലാത്ത വെള്ളവും തമ്മിലുള്ള ബാലൻസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാലൻസ് ഭയങ്കര ഡിഫറെൻ്റ്. അപ്പോൾ ആ ബാലൻസിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ കുറേയധികം ജീവികൾ ഇല്ലെന്നായി തീരും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ബാലൻസ് മീറ്റ് ചെയ്യണം. റെസ്പെക്ട് ഫോർ ദി എൻവയറമെൻറ്റ് ആൻഡ് പ്രിവെൻറ്റിങ് ദി എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് അടുത്ത തലമുറയ്ക്ക് കാണാൻ പോലും പറ്റാതെ, കൽക്കരി അങ്ങനെ ഇരിക്കുന്നത് കാണാൻ പോലും പറ്റാതെ ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. റെഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് വേസ്റ്റ്. ഓക്കെ, ആൻഡ് റാഷണലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എനർജി കൺസംഷൻ മസ്റ്റ് ഓൾസോ ബി ഇംപ്ലിമെൻറ്റഡ്. അപ്പം എനർജി അങ്ങനെയുള്ള, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സിറ്റുവേഷൻ, എനർജിയുടെ പ്രൊഡക്ഷൻ സിറ്റുവേഷൻ, അതിൻ്റെ കൺസംഷൻ എല്ലാം റാഷണലൈസ് ചെയ്യണം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് പ്രസൻറ്റഡ് ആസ് എ മോർ ഓർ ലെസ് ക്ലീൻ ബ്രേക്ക് ഫ്രം ദി മോഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. നമ്മളിതുവരെ പ്രകൃതിയെ ഇങ്ങനെ അസാമാന്യമായി ചൂഷണം ചെയ്ത് ആർക്കും എന്തെങ്കിലും ഇത്ര വേണമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള ആ മോഡിൽ, ആ രീതിയിൽ ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്ന മോഡ്. ഓക്കെ, ഇനി അങ്ങനെ പാടില്ല. ഒരു ബ്രേക്ക് വേണം ഇതിൽ നിന്ന്. നമുക്ക്
ഡെവലപ്മെൻറ്റിനും കൂടെ പരിഗണിച്ചിട്ടുള്ള ഒരു റിസോഴ്സ് യൂട്ടിലൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും നമുക്ക് കൊണ്ടുവരണം. വിച്ച് ഹാവ് ലെഡ് ആൻഡ് മോർ സ്റ്റിൽ ലിഡ് വറിങ് സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ ഡാമേജ് ഓൺ ബോത്ത് വേൾഡ് വൈഡ് ആൻഡ് എ ലോക്കൽ സ്കിൽ. അപ്പം ഇതുവരെയുള്ള പ്രൊഡക്ഷൻ മോഡ് നമ്മളെന്താ പറയുക, അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് produced that led to depletion of resources on the one hand, and at the same time it produced lot of waste. Okay, lot of waste, so that there are lot of issues and problems which are worrying social and ecological problems, damages, so they are worrying, became a worrying factor for the world as well as at the local scale. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതാണ്, ലോകത്ത് മുഴുവനും ഓരോ റീജിയനിലും എന്തുണ്ട്, ഈ ഡാമേജ് ഉണ്ട്, സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ ഡാമേജ് നമ്മുടെ ഈ തരത്തിലുള്ള പ്രൊഡക്ഷൻ മോഡ് കാരണം. പ്രൊഡക്ഷൻ മോഡ് എന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ദി പോളിസി അപ്രോച്ച്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ സംഭവം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റുന്നില്ല, ഞാൻ നോക്കിയോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് വിച്ച് ലാസ്റ്റ് എന്നുള്ളതാണ്. നമ്മളത് എവിടെയോ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, പക്ഷേ ഞാനിവിടെ ടൈപ്പിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല, സോറി. നോക്കിക്കോട്ടെ. എന്തിനാണെന്നറിയോ, അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഭയങ്കര നല്ല. നമുക്ക് എക്സാമിന് നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇട്ടോളാം. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ആ മെറ്റീരിയൽ എല്ലാവർക്കും എൻ്റെ ഇപ്പം കിടക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു മെറ്റീരിയൽ നമ്മുടെ മെറ്റീരിയൽ ഒരെണ്ണം പെട്ടെന്ന് ഞാൻ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാം, ഞാൻ നല്ലപോലെ ടൈപ്പ് ചെയ്ത് വെച്ച മെറ്റീരിയൽ എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു. അത് പോട്ടെ. സോ ഒരു സെൻറ്റൻസ് നമ്മൾ ആഡ് ചെയ്യണം. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് വിച്ച് ലാസ്റ്റ്. ഓക്കെ, ഒത്തിരി കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഡെവലപ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറയുക. അതിങ്ങനെ ഒരു കൊട്ടേഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് നല്ലൊരു ഡെഫിനിഷൻ വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓർത്തേക്കണം. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ പോളിസി അപ്രോച്ച്, നമ്മുടെ ടോപ്പിക് അതാണല്ലോ, ഈ പോളിസി അപ്രോച്ച്. എന്ത് പോളിസിയാണ് നമുക്ക് എടുക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ട്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് എൻവയറമെൻറ്റ് കൺസിഡറേഷൻ ക്യാൻ കോസ് സീരിയസ് എൻവയറമെൻറ്റ് ഡാമേജ് ഇൻ ടേൺ ഇമ്പാർട്ടിങ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ജനറേഷൻ്റെയും ഫ്യൂച്ചർ ജനറേഷൻ്റെയും ക്വാളിറ്റി ഓഫ് ലൈഫിന് ഡാമേജ് കൊണ്ടുവരുന്ന പല പ്രശ്നങ്ങളും ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ എൻവയറമെൻറ്റിന് കൺസിഡറേഷൻ ചെയ്ത് കൊടുക്കാത്ത ഇക്കണോമിക് ഡെവലപ്മെൻറ്റാണ് നമ്മൾ നടത്തുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് കൺസിഡറേഷൻ കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനും ഭാവിയിലെ ജനറേഷനും എന്തുണ്ടാവും, അവർക്ക് ഒരു സെക്കൻഡേ, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ ഉണ്ടോ? പ്രസൻറ്റേഷൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സോ കണ്ടിന്യൂ. Sustainable development attempts to strike a balance between the demands of the economic development and the needs of the protection of the environment. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും എൻവയറമെൻറ്റും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എപ്പോഴും ശ്രമിക്കും. ഇറ്റ് സീക്സ് ടു കമ്പൈൻ ദി എലമെൻറ്റ്സ് ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി, ഇൻ്റർ ജനറേഷൻ ഇക്വിറ്റി, സോഷ്യൽ കൺസേൺസ് ആൻഡ് എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ. ഈ ടോപ്പിക്ക് ഭയങ്കര ജനറലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറേ വാക്കുകളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അല്ലാതെ തന്നെ നമുക്ക് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്ന് വരാനും പറ്റും. ഉണ്ടോ? ഇറ്റ് സീക്സ് ടു കമ്പൈൻ ദി എലമെൻറ്റ്സ് ഓക്കെ ഓഫ് ഇക്കണോമിക് എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഇൻ്റർ ജനറേഷൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കൂടുതൽ കഴിച്ചിരിക്കുമ്പോൾ നാളത്തെ തലമുറയ്ക്ക് കിട്ടാതിരിക്കും. അങ്ങനെ വരുത്. ഇന്ന് എനിക്കും വേണം, നാളെ അവർക്കും വേണം, ഞങ്ങൾ തമ്മിൽ തുല്യത വേണം. അതാണ് ഇൻ്റർ ജനറേഷൻ ഇക്വിറ്റി. നമ്മൾ ഏത് റിസോഴ്സിൻ്റെ കേസിൽ ശരിയല്ലേ, നമ്മൾ ഡീസലാണെങ്കിൽ ക്രൂഡ് ഓയിലാണെങ്കിൽ ഇന്നും വേണം നാളെയും വേണം, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡാണെങ്കിൽ ഇന്നും വേണം നാളെ വേണം. അതാണ് ഈ ഇൻ്റർ ജനറേഷൻ ഇക്വിറ്റി. റിസോഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടമാനം യൂട്ടിലൈസ് ചെയ്ത് നാളെ കിട്ടുമല്ല. അപ്പോൾ ഇൻ്റർ ജനറേഷൻ ഇനീക്വാളിറ്റി വരും. ഓക്കെ, സോഷ്യൽ കൺസേൺ, സാമൂഹികപരമായ പ്രശ്നങ്ങൾ, എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം എന്തിലുണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോളിസി അപ്രോച്ചസിൽ ഉണ്ടായിരിക്കണം. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് therefore attempts to accelerate development in an environmentally responsible manner, keeping in mind the intergenerational equity requirements. പിടികിട്ടില്ലോ? ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പിടികിട്ടില്ലോ? എന്താണ് ഇൻ്റർ ജനറേഷണൽ ഇക്വിറ്റി? കാരണം നമ്മൾ ഇന്ന് എയർ നമ്മൾ മോശമായിട്ട് ഉപയോഗിച്ചു, നാളത്തെ എയർ മോശമായിപ്പോയി, ശരിയല്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് എയർ പൊള്യൂട്ട് കഴിഞ്ഞാൽ നാളത്തെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നാളത്തെ തലമുറ അതിനെന്തെങ്കിലും കുറ്റം ചെയ്തോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ശിക്ഷിക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്താലേ നമുക്ക് ഭാവിയിലെ തലമുറയെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. എ കീ ഫീച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് കംപ്രൈസ് 3 elements: എൻവയറമെൻറ്റ്, സൊസൈറ്റി ആൻഡ് ഇക്കോണമി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 ഫീച്ചറെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കാണും. 1 എൻവയറമെൻറ്റ്, ഓക്കെ, 2 സൊസൈറ്റി, 3 ഇക്കോണമി. ഈ 3 കാര്യങ്ങളും വെച്ചാണ് നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, 1 സൊസൈറ്റി, 2 ഇക്കോണമി, 3 എൻവയറമെൻറ്റ്. ഓക്കെ, സോ coming to the society,
there should be welfare in the society when the development is sustainable. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോളിസി അപ്രോച്ചിൽ അങ്ങനെ ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ ആ പോളിസിയിൽ 3 എലമെൻറ്റ്സേ നമ്മൾ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. 1 എൻവയറമെൻറ്റ്, 2 സൊസൈറ്റി, 3 ഇക്കോണമി. നമ്മൾ സൊസൈറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സമൂഹം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയായിരിക്കണം? 1 അതിൽ വെൽഫെയർ ഉണ്ടായിരിക്കണം, 2 അതിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം, പിന്നെ സോഷ്യൽ കോഹഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിരുന്നു, ഒരുപോലെ ഒരുമ വേണം, ഇൻ്റർനാഷണൽ സോളിഡാരിറ്റി, ഒരു സോളിഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഐക്യബോധം വേണം, മെയിൻ്റെനൻസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, എല്ലാവരുടെയും ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, എഡ്യൂക്കേഷനെ കൊടുക്കണമെന്ന് അതിനർത്ഥം. അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം. ഇനി ഇക്കോണമിയിൽ എന്തായിരിക്കണം? ഇക്കോണമി ഗ്രോത്ത് ഉണ്ടായിരിക്കണം, എഫിഷ്യൻസി ഉണ്ടായിരിക്കണം, മത്സരാത്മകത ഉണ്ടായിരിക്കണം, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇക്കോണമിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ, പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ, പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ എല്ലാം ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. എപ്പോഴും ഇക്കോണമി താഴോട്ട് പോവുക, എംപ്ലോയ്മെൻറ്റ് കുറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുക, കൺസംഷൻ കുറയുക, അങ്ങനെയൊന്നും വരരുത്. ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു, ഡിഫ്ലേഷൻ ഉണ്ടായിരുന്നു, സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. പ്രൊഡക്ഷനും കൺസംഷനും ആവശ്യം ഉണ്ടായിരിക്കണം, എംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ഇക്കോണമിയെ സംബന്ധിച്ചോളം സസ്റ്റൈനബിളായി തീരുള്ളൂ. അപ്പോൾ നമ്മൾ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള സസ്റ്റൈനബിലിറ്റി കണ്ടു, ഇക്കോണമിയെ കുറിച്ചുള്ള സസ്റ്റൈനബിലിറ്റി കണ്ടു. ഇനി നമ്മൾ എൻവയറമെൻറ്റിനെ കുറിച്ച് കാണുക. അത് സസ്റ്റൈനബിളാണ്. ഈ കൺസംഷൻ ഓഫ് റിസോഴ്സ് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. മെറ്റീരിയൽസ് വേസ്റ്റും എല്ലാം നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യണം. റിസ്ക് നമ്മൾ എപ്പോഴും കൗണ്ട് ചെയ്യണം. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓരോ റിസോഴ്സ് എങ്ങനെ മാറി ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്രമാത്രം മാറ്റം എൻവയറമെൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട്, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. എൻവയറമെൻറ്റൽ അസസ്മെൻറ്റ് നടത്തണം. ഓക്കെ, എന്ത് നടത്തണം? എൻവയറമെൻറ്റൽ അസസ്മെൻറ്റ് നടത്തണം. പിന്നെ നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഇത് ശരിക്കും ഹ്യൂമൻ എലമെൻ്റാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫിസിക്കൽ എലമെൻ്റാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ലാൻഡ്സ്കേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, കൾച്ചറലായിട്ടുള്ള നമ്മുടെ ലാൻഡ്സ്കേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ഒരു ജോഗ്രഫിക്കൽ റീജിയനിൽ ജീവിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നമ്മളൊരു കൾച്ചറിൻ്റെ സംവാഹകരും കൂടിയാണ്. അപ്പോൾ നമ്മൾ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും 3 കാര്യങ്ങൾ ആണെങ്കിലാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക. ഓക്കെ, ഒന്നുകൂടി ഞാൻ മുകളിലോട്ടൊന്ന് വിട്ടോട്ടെ. ഓക്കെ, എ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി വുഡ് ലൈക്ക് ദിസ്. അവരെങ്ങനെയായിരിക്കും? ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ആണെങ്കിൽ, ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കുക. ദേ ആർ എൻവയറമെൻ്റൽ റെസ്പോൺസിബിൾ, ദേ ഡോണ്ട് ഓവർ എക്സ്പ്ലോയിറ്റ്. അങ്ങനെ ഉത്തരവാദിത്തോടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോളോ ചെയ്യുന്ന ഒരു സമൂഹം, ഒരു രാജ്യം, അവരാണെങ്കിൽ അവിടെ എന്തൊക്കെ ഫീച്ചേഴ്സാണ്? ദേ ആർ എൻവയറമെൻ്റലി റെസ്പോൺസിബിൾ, ദേ ഡോണ്ട് ഓവർ എക്സ്പ്ലോയിറ്റ്. അവർക്ക് എൻവയറമെൻറ്റിനോട് ഒരു ഉത്തരവാദിത്തം കാണും. ദേ ഡോണ്ട് ഓവർ എക്സ്പ്ലോയിറ്റ്, അമിതമായിട്ട് റിസോഴ്സിനെ ചൂഷണം ചെയ്യില്ല. സോ പ്രിസർവ് ബ്രീഡിംഗ് സ്റ്റോക്ക് ഫോർ ദ നെക്സ്റ്റ് ഇയർ. ഈ വർഷത്തെ ബ്രീഡിംഗ് സ്റ്റോക്ക്, നമ്മൾ അരിയാട്ടെ എന്തെങ്കിലും ഇനങ്ങളാകട്ടെ, നമ്മൾ ഈ വർഷത്തേനുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഉള്ളതെല്ലാം കൂടെ വിത്തെല്ലാം കൂടെ തിന്ന് തീർക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വെക്കും, നമ്മൾ തലമുറകളിലേക്ക് കൈമാറാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. നെക്സ്റ്റ് ഇയർ, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഇയർ. ഓക്കെ, ദേ ആർ സോഷ്യലി റെസ്പോൺസിബിൾ. ദേ മേക്ക് ഷുവർ ദാറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് റിസോഴ്സ് ജനറേറ്റ് ജോബ്സ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കിട്ടിയിരിക്കണം, അത് ഇൻക്ലൂസീവ് ആയിരിക്കണം. എല്ലാവർക്കും അതിൻ്റെ തൊഴിലിൻ്റെ ഗുണം കിട്ടണം, ഇൻകത്തിൻ്റെ ഗുണം കിട്ടണം, കൺസംഷൻ്റെ ഗുണം കിട്ടണം, പ്രൊഡക്ഷൻ്റെ ഗുണം കിട്ടണം, ജനറൽ വെൽഫെയറിൻ്റെ ഗുണം കിട്ടണം. അതെല്ലാം അവിടെ. അപ്പം അവിടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വന്നു, ഇവിടെ ഒരു എൻവയറമെൻറ്റ് റെസ്പോൺസിബിലിറ്റി വന്നു, അതുപോലെ തന്നെ നമുക്കൊരു ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദേ സ്റ്റേ ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എൻവയറമെൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ എന്തുണ്ടാവുള്ളൂ? കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. നഷ്ടം ഉണ്ടെങ്കിൽ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് സംഭവിക്കും? എംപ്ലോയ്മെൻറ്റ് കിട്ടാതിരിക്കും, ശരിയല്ലേ? ഇൻകം കിട്ടാതിരിക്കും, ആളുകളെല്ലാം പോവർട്ടിയിലാവും. അപ്പോൾ നമ്മൾ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്താണ്. അല്ലെങ്കിൽ എൻ്റർപ്രൈസിന് പ്രോഫിറ്റ് അത്യാവശ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആ സമൂഹം എൻവയറമെൻ്റലി സസ്റ്റൈനബിൾ ആണ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയും. ഓക്കെ, ദി കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ് വി ആർ പ്രിസർവിംഗ് ദി എൻവയറമെൻറ്റ്, കീപ്പിംഗ് ദി റിസോഴ്സ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ആൻഡ് സൈമൾട്ടേനിയസ്ലി അച്ചീവ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം നമ്മൾ നടക്കും. റിസോഴ്സ് പ്രിസർവ് ചെയ്യും, ഫ്യൂച്ചർ ജനറേഷന് പൊല്യൂഷനൊന്നും ഉണ്ടാവില്ല, എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. ഹെൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻകംപാസ് ദി ഫോളോയിങ് 3. ഓക്കെ, 1 സപ്പോർട്ടിങ് ഇക്കണോമിക് ഗ്രോത്ത്, 2 എൻഷുറിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. പുവർ നോർത്ത്, വെൽത്തി രാജ്യങ്ങളാട്ടോ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ നമ്മൾ നോർത്ത് എന്ന് പറയും, വെസ്റ്റേൺ യൂറോപ്പ്. സൗത്ത് നമ്മളൊക്കെ ആട്ടോ, മെൻ അവർക്കെല്ലാം ഈക്വൽ ഓപ്പർച്യൂണിറ്റി. യൂട്ടിലൈസിങ് നാച്ചുറൽ റിസോഴ്സ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. ഇപ്പോഴത്തെ ഭാവിയിലെയും ജനറേഷൻസിന് ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കും റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നൗ എഫേർട്സ് ഫോർ സസ്റ്റൈൻ ഡെവലപ്മെൻറ്റ് ആർ കണ്ടിന്യൂസ് ആൻഡ് ഷുഡ് ഇൻവോൾവ് അറ്റൻസ് ഫോർ ഓൾ ഫ്രണ്ട്സ്, ഇൻഡിവിജ്വൽസ്, ഫോംസ്,
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ എൻവയറമെൻറ്റ് സസ്റ്റൈനബിലിറ്റി നമ്മളീ പറയുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ എൻവയറമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഓർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നാം മോളിൽ പറഞ്ഞ രീതിയിലാണ് നടത്തേണ്ടതെങ്കിൽ അത് ആരൊക്കെ നടത്തണം, ഏത് ലെവൽസിൽ നമ്മൾ നടത്തണം, അത് ഇൻഡിവിജ്വൽ ലെവൽസിൽ നടത്തണം. നമ്മളെല്ലാം മാറി നിന്നിട്ട് വേറെ ആരെങ്കിലും ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നമ്മൾ പറയരുത്. നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യുന്നിടത്ത് നമ്മൾ പ്രകൃതിയിലെ പ്ലാന്റ്സിനെയൊക്കെ സംരക്ഷിക്കുന്ന കേസിൽ അവയെ നശിപ്പിക്കാതെ ജീവനെയൊക്കെ പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും വ്യക്തി ചെയ്യണം. അപ്പോൾ വ്യക്തി ഒരിക്കലും മാറി നിൽക്കരുത്. ഗവൺമെൻറ്റിന് അത് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സോ ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇൻഡിവിജ്വലാണ് ഏറ്റവും വലുത്. നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഇൻഡിവിജ്വൽസാണ്. അത് കഴിഞ്ഞാണ് ഫേംസ് അതിനെക്കുറിച്ച് ഒരു ബോധത്തോടെ വരുന്നത്. ഓക്കെ, സോ ഇൻഡിവിജ്വൽസ്, ഫേംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫേംസ് എന്ന് പറഞ്ഞാലോ കമ്പനികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും സ്ഥാപനങ്ങൾ, നമുക്ക് കുറേ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ടാകും. ഒരു പക്ഷേ നമ്മളെന്താ പറയുക, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയാകാം, അല്ലെങ്കിൽ ഒരു റിലീജിയൻ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ കാസ്റ്റൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആ സോഷ്യോളജി ഡെഫിനിഷനിലേക്ക് പോകേണ്ട സ്ഥാപനങ്ങൾ നിർത്താൻ മതി. വലിയ വലിയ സ്ഥാപനങ്ങൾ, എൻ്റർപ്രൈസ് ഉണ്ട്, അവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ഗവൺമെൻറ്, ഗവൺമെൻറ് ഏറ്റവും വലിയ എൻറ്റിറ്റി. ഗവൺമെൻറ് എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസീസ് അഡോപ്റ്റ് ചെയ്യണം. Though there is increasing efforts to realize sustainable development, still a large number of issues are posing challenge to sustainable development. നമ്മൾ പറയാമല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് മനുഷ്യൻ്റെ വരാൻ തുടങ്ങിയിട്ടൊക്കെ ഒരു 1960കളിൽ നടുവിൽ 1960കളിലെ നടുവിൽ റോമിൽ ഒരു ഗ്രൂപ്പ് കൂടി എൻവയറമെൻറ്റിസ്റ്റിൻ്റെയും കോളേജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞു റിസോഴ്സ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനുശേഷം പോർട്ട്ലാൻഡ് കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വന്നു. അത് കഴിഞ്ഞ് ഈ എൻവയറമെൻറ്റ് എക്കണോമിക്സിന് ഭയങ്കര ഉണർവായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുള്ള കോൺസെപ്റ്റിന് ഭയങ്കര പ്രാധാന്യം കിട്ടി. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ കോൺസെപ്റ്റിന് പ്രാധാന്യം കിട്ടിയിട്ട് 40 ഒരു സെക്കൻഡ് ഇപ്പോൾ വരാവേ. റെസ്യൂമ് ഓക്കെ. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കേട്ടോ, വീട്ടിലൊരാൾ വന്നായിരുന്നു, സോറി. അപ്പോൾ നമ്മൾ എന്നെ പറഞ്ഞിട്ടിരുന്നേ ഇതാണല്ലോ, though there is increasing efforts to realize sustainable development, there are some obstacles. നമ്മൾ ആ ഓബ്സ്റ്റക്കിൾസിനെ അല്ലെങ്കിൽ ചാലഞ്ചസിനെ കാണുക. നമ്മൾ പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ് ഈ അടുത്ത കാലങ്ങളിലാണ് ആ കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ എല്ലാ ഡെവലപ്മെൻറ്റ് എക്സസൈസിലും സസ്റ്റൈനബിലിറ്റി ഉണ്ടോയെന്നുള്ളൊരു പരീക്ഷ നടത്താറുണ്ട്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്. അപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണുള്ളത്? ഒന്ന്, നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ റിസോഴ്സ് ഭയങ്കര ഡിപ്ലീറ്റഡായി തീരുക. ഡിപ്ലീറ്റ് എന്ന് പറഞ്ഞത് തീർന്നുകൊണ്ടിരിക്കുക. സോ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് അടുത്ത പ്രശ്നമാണ്. ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമാറ്റിക് ചേഞ്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എനർജി നീഡ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിന് എനർജി ആവശ്യമുണ്ട്, പക്ഷേ അതിനനുസരിച്ച് അവർക്ക് എനർജി ഇല്ല. പോപ്പുലേഷൻ പ്രഷറാണ്, ലാൻഡ് ആൻഡ് റിസോഴ്സിൻ്റെ മുകളിൽ പോപ്പുലേഷൻ്റെ പ്രഷർ, അർബനൈസേഷൻ, ഓക്കെ, ലോസിങ് ബയോഡൈവേഴ്സിറ്റി, സോയിൽ ഇറോഷൻ. ഇതെല്ലാം ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഒക്കെ നമുക്കറിയാം. പരീക്ഷയ്ക്ക് നിങ്ങൾ ഓരോന്നും മെൻഷൻ ചെയ്യണം. എങ്ങനെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇപ്പം നേരിടുന്നത് എന്നുള്ളത്. ഇതിൽ കൂടാതെ പിന്നെ വേറെ ഒത്തിരി ഉണ്ടല്ലോ. സിങ്ക്രണൈസേഷൻ നമ്മൾ ഒരു പ്ലാന്റ് മാത്രം, ഇപ്പോൾ നമ്മൾ കഴിച്ചൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് 10 ഏക്കർ സ്ഥലത്ത് കഴിച്ചൊക്കെ മാത്രം, വേറെ ഒന്നുമില്ല, കള വരെ നമ്മൾ വലിച്ചളി ഉള്ള സാധനങ്ങളെല്ലാം ഓടിക്കും. അത് സിങ്ക്രണൈസേഷനാണ്. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത് അറിയോ? ആ എൻവയറമെൻറ്റ് അവിടെ രോഗങ്ങൾ മുഴുവൻ വരും. കാരണം ഒരു ക്രോപ്പ് മാത്രം അല്ലെങ്കിൽ ഒരു സ്പീഷീസ് മാത്രം നിന്ന് കഴിഞ്ഞാൽ അതിന് പ്രകൃതി അതിജീവിക്കാൻ പറ്റില്ല. Okay, so coordinated attempts on the part of individual society, institutions and governments are needed to ensure എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്, നിങ്ങളുടെ മെസ്സേജ് ഒന്നും എഴുതില്ല, അപ്പോൾ ഓക്കെ എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഹ്യൂമൻ വെൽഫെയർ ഈസ് അച്ചീവ്ഡ് വിത്ത് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയറമെൻറ്റ്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റഡ് അറ്റംപ്റ്റ് വേണം, ഇൻഡിവിജ്വലിൻ്റെ, സൊസൈറ്റിയുടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഗവൺമെൻറ്റുകളുടെ. ഓക്കെ, അങ്ങനെ അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നേടാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ്. ഇത് നമുക്ക് യു എൻ്റെ ഒരു ടാർജറ്റാണ്. 2030 ആകുമ്പോഴത്തേക്കും 17 തരത്തിലുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പോവർട്ടി എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2030 ആകുമ്പോൾ 2030 ആകുമ്പോൾ എന്ത് ചെയ്യണം, 17 തരത്തിലുള്ള ഗോൾസ് മീറ്റ് ചെയ്യണം. എല്ലാ ഗവൺമെൻറ്റുകൾക്ക് ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലും ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്. നീതി ആയോഗാണ് ഇന്ത്യ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ടാർജറ്റൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. കേരളത്തിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി എഫേർട്ടുകൾ നടത്തുന്നുണ്ട്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ട്. പ്രകൃതിയും മനുഷ്യനും കൂടെ ഒരുമിച്ച്
മുമ്പോട്ട് പോകണം. അതാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ അർത്ഥം. നേരത്തെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളായിരുന്നു. ഇനി നമുക്ക് എക്സാമിനെ സംബന്ധിച്ചുണ്ടല്ലോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നേരിട്ട് ഒരിക്കലും ചോദിക്കില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾ ഇത് എഴുതിയേക്കണം, ഇത് ആഡ് ചെയ്യണം, എങ്ങനെയെങ്കിലും ആഡ് ചെയ്യണം, എവിടെയെങ്കിലും. കാരണം അത് ഏറ്റവും പോപ്പുലർ. നിങ്ങൾ ചുമ്മാ വിക്കിപീഡിയ എടുത്ത് നോക്കിയോ, ജസ്റ്റ് ആ വിക്കിപീഡിയയിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 17 ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് വരും. അത്രമാത്രം പോപ്പുലർ. ഏത് ഗവൺമെൻറ്റുകൾ ഇന്ന് പുതിയ എന്ത് പോളിസി ഉണ്ടാക്കിയാലും ആ പോളിസിയിലൊക്കെ അവർ ഈ ഗോൾസിനെ മെൻഷൻ ചെയ്യും. ഇന്ത്യ ആണെങ്കിൽ പോലും അതെ, എന്ത് പോളിസി ഉണ്ടാക്കിയാലും അതിനകത്ത് ഈ ഡെവലപ്മെൻറ്റ് ഗോൾസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ഇന്ത്യ നോക്കും, നമ്മുടെ ഗവൺമെൻറ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ദി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDGs are known as the global goals, were adopted by all United Nations member states in 2015 as a universal call to action to end poverty, protect the planet and ensure that all people enjoy peace and prosperity by 2030. Okay, so this is the picture of sustainable development goals or SDGs. എന്താണെന്ന് പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും പോവർട്ടി അവസാനിപ്പിക്കുക, പിന്നെ പ്ലാനറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആളുകൾക്ക് സമാധാനവും സമൃദ്ധിയും ലഭ്യമാക്കുക. അതിനുവേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എല്ലാ ഗവൺമെൻറ്റുകളും അഡോപ്റ്റ് ചെയ്യണം. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുന്നത്. 2015 UN എല്ലാവരും കൂടെ മീറ്റ് ചെയ്തിട്ട് ഈ ഗോൾസ് ഫ്രെയിം ചെയ്ത് 5 വർഷങ്ങളായുള്ളൂ. 10 വർഷം കൂടെ ഇനി ബാക്കിയുണ്ട്. ഈ 15 വർഷത്തെ കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോവർട്ടി ഡ്രീം ചെയ്യാൻ പറ്റുമോ, പ്ലാനറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ആവശ്യത്തിന് സമാധാനവും പ്രോസ്പെരിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ, അതൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ നമ്മളോട് പറയാം. ഓക്കെ, നൗ ദർ ആർ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ദേ ആർ ഇൻ്റഗ്രേറ്റഡ്, ദാറ്റ് ഈസ് ദേ റെക്കഗ്നൈസ് ദാറ്റ് ആക്ഷൻ ഓൺ വൺ ഏരിയ വിൽ അഫക്റ്റ് ഔട്ട്കംസ് ഇൻ അതേഴ്സ്. ഒരിടത്ത് നമ്മളൊന്ന് പോസിറ്റീവായിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേറൊരിടത്ത് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. സോറി, ഞാൻ സാറിൻ്റെ കോളാണ്, ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ, ഒരു സെക്കൻഡേ. സ്റ്റോപ്പല്ല, ബാബുരാജ് സാർ വിളിച്ചോ, നിങ്ങളെയൊക്കെ അന്വേഷണം അറിയിച്ചിട്ടുണ്ട്, ചുമ്മാ അറിഞ്ഞാട്ടോ. ബാബുരാജ് സാർ വിളിച്ചതാണ്, അപ്പം സാറിനോട് 2 കാര്യം പറയാൻ വേണ്ടി. ഓക്കെ, നമ്മൾ 17 SDGs കുറിച്ച് പറഞ്ഞല്ലോ. 17 SDGs നമ്മൾ നേരെ പറയുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ പോസിറ്റീവ് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാണല്ലോ അടുത്തിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതാണ് ഈ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുക. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കാണാൻ പഠിച്ചത് എന്തിനാണെന്നറിയില്ല, ചുമ്മാ പഠിച്ചെന്നുള്ളൂ കേട്ടോ നേരത്തെ. ഇപ്പോൾ അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നിങ്ങളത് പഠിക്കണം കേട്ടോ, ഈ 17 SDGs എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നൊക്കെ ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കാരണം നമുക്ക് എല്ലാം ഒന്നും പഠിക്കണം, 2 നടക്കാം. പോവർട്ടി എന്നുള്ള അറിയാലോ, 0 ഹങ്കർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊത്തിരി. അപ്പം നമുക്കൊരു ശരിക്കും ഒരു PSC പരീക്ഷ എഴുതിയാലും ശരി SDG 17 ആണോ, 160 ടാർഗറ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 169 ടാർഗറ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ SDGയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഉണ്ടല്ലോ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ടാർഗറ്റ് ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും ആക്ഷൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നീതി ആയോഗ് പോയി കഴിഞ്ഞാൽ നീതി ആയോഗിൻ്റെ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ SDG അവർ നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ മോണിറ്ററിങ് നടത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് മുമ്പിൽ ഇരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മൾ മറക്കരുത്. അപ്പോൾ കേരളമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഒന്നാമത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് 17 SDG പറയുന്നത്? 1, നോ പോവർട്ടി ബൈ 2030, 0 ഹങ്കർ, വിശപ്പുണ്ടാകരുത്. രണ്ടും തമ്മിൽ ബന്ധമുണ്ടല്ലോ, ഇല്ലേ? അതാണ് ഇവർ പറയുന്നത്. ഒരെണ്ണത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വേറെണ്ണത്തിനും കൂടെ ഗുണം കിട്ടും. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്, ശരിയല്ലേ? പോവർട്ടിയിലെ ഹങ്കറില്ലേ ഗുഡ് ഹെൽത്തും ആൻഡ് വെൽബീങ്ങും ഉണ്ട്, ശരിയല്ലേ? ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ചിന്തിക്കേണ്ട നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഞാനും. അപ്പോൾ നമ്മളെല്ലാം കൂടെ കൂടിയാലേ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വരും. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നാവുന്നത് മാത്രമല്ല, ഇതിൻ്റെ അവസാനം ഒരു ജോലിയും കൂടെ കിട്ടാൻ പറ്റണം. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓക്കെ, ദെൻ ജെൻഡർ ഈക്വാളിറ്റി, സ്ത്രീക്കും പുരുഷനും ഓരോ അവസരങ്ങളായിരിക്കണം. അപ്പോൾ ആണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ബോയ്സിനും ഗേൾസിനും ഒരേ അവസരങ്ങളായിരിക്കണം. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. ദെൻ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എങ്ങനെ ആയിരിക്കണം? അഫോർഡബിൾ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്, എല്ലാവർക്കും ഡീസൻറ്റ് വർക്ക് കണ്ടീഷൻ ആയിരിക്കണം, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യണം. റെഡ്യൂസ്ഡ് ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യണം. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, സിറ്റീസ് സസ്റ്റൈനബിൾ ആയിരിക്കണം, കമ്മ്യൂണിറ്റീസും സസ്റ്റൈനബിൾ ആയിരിക്കണം. റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, നമ്മളൊരു ഉത്തരവാദിത്തത്തോടെ കൺസ്യൂം ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. സമ്പന്നനെന്നും കൊണ്ട് എല്ലാം കൂടെ വാരിക്കൂരി മേടിച്ച് വെക്കരുത്. പാവപ്പെട്ടവരും കൂടെ കൊടുക്കുന്ന രീതിയിൽ ആ റിസോഴ്സിനെ അവർ യൂസ് ചെയ്യണം. ക്ലൈമറ്റ് ആക്ഷൻ, ക്ലൈമറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കണ്ടോ? ലൈഫ് ബിലോ വാട്ടർ, അതാണ് ഇത് ഭയങ്കര പ്രധാനപ്പെട്ട. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, 2030 അല്ലെങ്കിൽ 2035 ആകുമ്പോഴത്തേക്ക് മീൻ പിടിക്കുന്നത് കടലിൽ നിന്ന് വിലക്കുന്ന ഒരവസ്ഥ വരും.
പുഴകളിൽ നിന്ന് മീൻ പിടിക്കുന്ന വിലക്കേണ്ട ഒരവസ്ഥ വരും. കാരണം അത്രമാത്രം ഈ ബയോളജിക്കൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ശരിക്ക് അക്വാട്ടിക് ലൈഫ് ഇല്ലെന്നായിക്കൊണ്ടിരിക്കുക, പൊള്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മളിപ്പോൾ ആറവണയിലൊക്കെ മീൻ വളർത്തി മീൻ 1000 രൂപ കിലോയ്ക്ക് വരുന്ന ഒരവസ്ഥ 2030 വരാം. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഗവൺമെൻറ്റുകൾ ഇപ്പോൾ തന്നെ കളക്റ്റീവ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ഓൺ ലാൻഡ്, മനസ്സിലായല്ലോ, അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാം. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പീസ് വേണം, ജസ്റ്റിസ് വേണം, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഓക്കെ, ദെൻ പാർട്ട്നേഴ്സ് ഫോർ ദി ഗോൾസ്. നമ്മളെല്ലാം പാർട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. ഈ ഗോൾസ് റിയലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ദീസ് ആർ ദി 17 SDGs. അപ്പോൾ അത് 17 എണ്ണം നമ്മളിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, quality education, gender equality, clean water and sanitation, affordable and clean energy, decent work and economic growth, industry, innovation and infrastructure. Okay, then reduced inequality, sustainable cities and communities, responsible consumption and production, climate action, life below water, life on water, peace and justice and strong institution, partnership to achieve the goal. So there are 169 target related with the 17 goals. ഈ 17 goals നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി 169 ടാർഗറ്റും വെച്ചിട്ടുണ്ട് ഫോർ ദി SDGs. ഡെവലപ്മെൻറ്റ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ആർ സ്ട്രൈവിംഗ് ഹാർഡ് ടു റിയലൈസ് ദിസ് ഗോൾ. ഈ ഗോൾ റിയലൈസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ പോലെ ഡെവലപ്പിംഗ് കൺട്രീസ് ഭയങ്കരമായിട്ട് ശ്രമിക്കുക. ദീസ് SDGs ആർ എയിം ടു ഫെസിലിറ്റേറ്റ് ഓർ ലിവിംഗ് വിത്ത് ഹാർട്ടിംഗ് ദ എൻവയറമെൻറ്റ്. നമ്മുടെ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് എൻവയറമെൻറ്റിനെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പ്രോഗ്രസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ 169 ടാർഗറ്റും അത് നയിക്കുന്ന 17 ഗോൾസും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് അറിയാം, പോളിസി അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് പോളിസി അപ്രോച്ചസ് ചെയ്യണം? ഇതുവരെ നമ്മുടെ ഡിസ്കഷനിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. എന്തൊക്കെ ചെയ്യണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്? ഞാനിത് articlelibrary.com എന്ന് പറഞ്ഞ് പിള്ളേർക്ക് ഒരു ഈസിയായിട്ട് മനസ്സിലാകുന്ന ഒരു സൈറ്റിൽ കുറച്ച് കണ്ടൻറ്റ് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് പോളിസി അപ്രോച്ച് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്വീകരിക്കാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഞാൻ അത് അതേപടി ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് തരുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് കണ്ടൻറ്റാണ്. എൻ്റെ തന്നെ ഒരു കണ്ടൻറ്റ് തരുന്നില്ല. നിങ്ങളൊരു കണ്ടൻറ്റ് ഇതിൻ്റെ എഴുതി ഉണ്ടാക്കണം. ഇത് അസൈൻമെൻറ്റായിട്ട് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട. ഒരു അസൈൻമെൻറ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ തന്നെ അറിയാം, ഒരു ഓണപ്പരീക്ഷയൊക്കെ കഴിയുമ്പോഴത്തേക്കും 10 ദിവസം അവധി കിട്ടുമല്ലോ, ഓണപ്പരീക്ഷ വരുമല്ലേ, ഓണത്തിൻ്റെ അവധി കഴിഞ്ഞ് 10 ദിവസം കഴിയുമ്പോൾ നിങ്ങളിത് ഒരു അസൈൻമെൻറ്റായിട്ട് എഴുതി ഉണ്ടാക്കണം. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോളിസി അപ്രോച്ച്? അതെങ്ങനെയായിരിക്കണം? 1200 വാക്കിൽ നമ്മൾ സാറിന് അസൈൻമെൻറ്റ് ചെയ്യല്ലേ. യു ക്യാൻ യൂസ് ദി ഫോളോയിങ് മെറ്റീരിയൽ. OECD PDF മെറ്റീരിയൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടുണ്ടെന്ന് വായിച്ച് നോക്കുക. പിന്നെ താഴെ പറയുന്നത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. എന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് പോളിസി അപ്രോച്ച് എടുക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒരു 1200 വാക്കിൽ ഒരു അസൈൻമെൻറ്റ് എഴുതി നമ്മൾ സാറിന് അസൈൻമെൻറ്റായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഞാൻ പിന്നീട് വന്ന് കോളേജ് തുറക്കുമ്പോഴത്തേക്ക് ഞാൻ നോക്കിക്കോളാം. കോളേജ് പെട്ടെന്ന് തുറക്കും കേട്ടോ. ഓക്കെ, സോ റെഡ്യൂസിങ് പോവർട്ടി. മനസ്സിലായല്ലോ എന്തൊക്കെ അപ്രോച്ച് ഉണ്ടായിരിക്കണം? ഒന്ന് പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച്. ദെൻ റിമൂവൽ ഓഫ് സബ്സിഡീസ്. ഡീസലിന് സബ്സിഡി കൊടുത്തത് കുറച്ച് കൊടുത്ത് ഡീസലിന് സബ്സിഡി കൊടുത്ത് എന്ത് ചെയ്യും? എല്ലാവരും ഡീസൽ മേടിച്ച് എല്ലാവരും വണ്ടി എടുത്തിട്ട് എല്ലാം പൊള്യൂട്ടഡ് ആകും. അപ്പോൾ അതിന് സബ്സിഡി കൊടുക്കരുത്. റിമൂവൽ പൊള്യൂട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് സബ്സിഡി കൊടുക്കും. ടു റെഡ്യൂസ് എൻവയറമെൻറ്റൽ ഡാമേജ്, ദി സബ്സിഡീസ് ഗിവൺ ഫോർ യൂസ് ഓഫ് റിസോഴ്സ് ഇലക്ട്രിസിറ്റി, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, ഡീസൽ അതെല്ലാം നിർത്തലാക്കണം. മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചസ്. പിന്നെ എന്തിനാണ് സബ്സിഡി കൊടുക്കേണ്ടത്? ക്ലീൻ എനർജിക്ക്, നമ്മുടെ സോളാർ പാനലിൽ. ദർ ഈസ് അർജൻറ്റ് നീഡ് ടു അഡോപ്റ്റിംഗ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് എൻവയറമെൻറ്റ്. ഇതാണല്ലോ നമ്മൾ എൻവയറമെൻറ്റൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണല്ലോ നമ്മൾ പഠിക്കുന്നത്. രണ്ടും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഇക്കണോമിക്സിലായിട്ടുള്ള ടൂൾ ഉപയോഗിക്കണം. അതായത് പൊള്യൂട്ടിങ്ങിൻ്റെ മേലുള്ള ടാക്സ് ഏർപ്പെടുത്തണം, പൊള്യൂട്ട് ചെയ്യാത്തവർക്ക് സബ്സിഡി കൊടുക്കണം. ഓക്കെ, ദി പോയിൻറ്റിങ് ദി കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രീസ് അബൌട്ട് ദി കോസ്റ്റ് ഓഫ് യൂസിങ് നാച്ചുറൽ റിസോഴ്സ്. ഉപയോഗിക്കുന്നതിന് ഭയങ്കര കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിന് മേലുള്ളൊരു ടാക്സ് ഏർപ്പെടുത്തുക. അപ്പോൾ കോസ്റ്റ് കോൺഷ്യസ് ആയിരിക്കണം. നമ്മളൊരു 1 ലിറ്റർ ഡീസൽ ഉപയോഗിക്കാൻ നമ്മൾ വിചാരിക്കണം എത്രമാത്രം പൊള്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നാലേ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. എൻവയറമെൻറ്റിനെ ഡാമേജ് ചെയ്യുന്ന റിസോഴ്സ് നമ്മൾ കണ്ടവാനെടുത്ത് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ എൻവയറമെൻറ്റിനെ ഡയറക്റ്റായിട്ട് ഡാമേജ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇക്കണോമിക് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. എന്തിന്? എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതൊക്കെ നമുക്കറിയാലോ. സോളാർ പോലുള്ള റിന്യൂവൽ എനർജിക്ക് യൂഷ്വലി ഗിവൺ. ഓക്കെ, ഇക്കണോമിക് ഇൻസെൻറ്റീവ്സ് റിഗാർഡിംഗ് പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് ടെക്നോളജി ക്യാൻ ഓൾസോ ബി ഗ്രേറ്റ് റെസ്റ്റൻറ്റ്. പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാൻ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. ഇനി പബ്ലിക് അവയർനെസ് വേണം. ഇപ്പോൾ ഈ ക്ലാസ് തന്നെ ഒരു പബ്ലിക് അവയർനെസ്. നമ്മൾ ചിന്തിച്ച് നോക്കണം ഈ ഒരു ടോപ്പിക്ക് എന്തുകൊണ്ട് ഇവിടെ വന്നെന്നാണ്. എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കഴിഞ്ഞല്ല ആദ്യമായിട്ട് നമ്മൾ കോളേജിൽ പഠിച്ചത്. സുപ്രീം കോടതി അതിൻ്റെ ഓർഡറിൽ പറഞ്ഞു എൻവയറമെൻറ്റും ഹ്യൂമൻ റൈറ്റും കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ? ഇവിടെ എല്ലാ എൻവയറമെൻറ്റും തീർത്ത് നശിപ്പിച്ച് വികസനം കൊണ്ടുവരുന്ന ഒരു മനസാക്ഷിയാണല്ലോ സമൂഹത്തിനുള്ളത്.
അപ്പം ആ അപ്രോച്ച് മനുഷ്യൻ്റെ മനസ്സിൽ മാറണമെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് എൻവയറമെൻറ്റ് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അല്ല സമൂഹത്തിൽ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഒരു പബ്ലിക് അവയർനെസ് ആണ്. ശരിക്കും പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ഈ കോഴ്സ് ഇവിടെ നടത്തുന്നത്. ശരിക്കും നമ്മളതിനെ മാർക്കായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഈ കോഴ്സ് നടത്തുന്നവരുടെ ഉദ്ദേശം നടക്കാതെ പോകും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ഇനി ഒരു അവയർനെസ് കിട്ടാം. നമ്മുടെ ക്ലാസ്സും ആ വഴിയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. അല്ല മാർക്കിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് സുപ്രീം കോടതി എന്താണോ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാതെ പോകും. ഓക്കെ, സോ then participation of global environmental efforts. global environmental efforts ഉണ്ട്. പാരീസ് ക്ലൈമറ്റ് കോൺഫറൻസ് പോലെ നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയ്ക്കണം, അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ദെൻ ട്രേഡ് പോളിസി. ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾ എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള പോളിസികളുണ്ടാണ്. ട്രേഡ് പോളിസി സ്ട്രെസ്സസ് ഓൺ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലെസ് പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് away from the cities and the use of environment friendly process for polluting industries by adopting cleaner technology കൊണ്ടുവരണം. ഭാരത് സ്റ്റേജ് 6 എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വണ്ടികളുടെ എഞ്ചിൻ്റെയാണ് ലെസ് പൊല്യൂഷൻ അവിടെ ഉള്ളത്. 4 പോലെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നറിയോ? ഗവൺമെൻറ് ബാൻ ചെയ്തു. അപ്പം നല്ല എൻവയറമെൻറ്റൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ടെക്നോളജിയും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് പോളിസി അപ്രോച്ചസ്. ആൻഡ് പോളിസി അപ്രോച്ചസിനെ കുറിച്ച് നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് ചെയ്യണം. അത് പയ്യെ ചെയ്താൽ മതി. മനസ്സിലായോ? ഓണക്കാലത്തെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു OECD ഒരു മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒരു എക്സസൈസ് ആയിക്കുള്ളൂ. ഇന്നൊന്നും വേണ്ട, നാളെ വേണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ചെയ്യുക. പക്ഷേ ടൈം ബൗണ്ടായിട്ട് ഞാനൊരു സമയം അതിന് വേണ്ടി പറയാം എന്നാ ചെയ്യേണ്ടതെന്ന് കേട്ടോ. ആ മെറ്റീരിയൽ വായിച്ച് പിന്നീട് ചെയ്താൽ മതി അസൈൻമെൻറ്റ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്. ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ക്ലോസ് ചെയ്തു. നോ എടുത്തു.